ബാഹ്യസൗന്ദര്യത്തിന് പുറകെ പോകുന്ന നമ്മുടെ മനഃശാസ്ത്രത്തെ പൊളിച്ചെടുക്കുന്ന വളരെ നാടകീയമായ ഒരു യഥാർത്ഥ കഥ നമുക്കിന്ന് നോക്കാം. കേൾക്കാൻ റെഡിയല്ലേ? ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. 6 പാക്ക്, നല്ല പൊക്കം, സുമുഖൻ. ഈ ഒരൊറ്റ കണ്ടീഷനിൽ ഒരു പെൺകുട്ടി അറേഞ്ച്ഡ് മാരേജിന് തയ്യാറാവുന്നു. സൗന്ദര്യമാണ് എല്ലാമെന്ന് വിശ്വസിക്കുന്ന ഹാലോ എഫക്റ്റ് എന്ന സൈക്കോളജിക്കൽ ട്രാപ്പിൽ അവൾ വീഴുകയായിരുന്നു. അതൊരു വലിയ അബദ്ധമായിരുന്നു. അവളുടെ ഈ സിനിമാറ്റിക് സ്വപ്നങ്ങളും ഭർത്താവിന്റെ യഥാർത്ഥ സ്വഭാവവും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇവിടെ വ്യക്തമാണ്. ജാതകപ്പൊരുത്തം 10ൽ 10 ആയതുകൊണ്ട് മാത്രം വീട്ടുകാർ നിർബന്ധിച്ച് ഈ വിവാഹം നടത്തി. പിന്നെ സംഭവിച്ചത് എന്താണെന്നോ? സ്വന്തം മുൻവിധികൾ കാരണം അവൾ ഭർത്താവിനെ നിരന്തരം അകറ്റി. കൂടെ കിടക്കാൻ പോലും വിസമ്മതിച്ച് അവൾ ആ ബന്ധം തകർക്കാൻ തുടങ്ങി. ഇവിടെ അവളുടെ കോഗ്നിറ്റീവ് ഡിസോണൻസ് പാരമ്യത്തിലെത്തുകയാണ്. ഇയാളുടെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോയിട്ട് സമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ പോലും അവൾക്ക് നാണക്കേടായിരുന്നു. എന്നാൽ ഭർത്താവിന്റെ പ്രതികരണം എന്തായിരുന്നുവെന്നറിയാമോ? അവളുടെ എല്ലാ ക്രൂരതകൾക്കു മുന്നിലും അയാൾ തികച്ചും ശാന്തനായിരുന്നു. അവൾ ചോദിച്ച ഡിവോഴ്സിന് അയാൾ സമ്മതിച്ചു. ഈ ബാഹ്യമായ പ്രതീക്ഷകൾ ഒരു വലിയ ജീവിത പ്രതിസന്ധിയുമായി കൂട്ടിയിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവളുടെ ലോകം തകർന്ന ആ നിമിഷം ഇതാ. തികച്ചും അപ്രതീക്ഷിതമായി വലിയൊരു മെഡിക്കൽ എമർജൻസി അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു. അതികഠിനമായ വയറുവേദനയും സർജറിയും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അയാളെ പോലെ ഒരു കുഞ്ഞുണ്ടാകുമോ എന്ന ഭയം മാറി. ഇനി അവൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകില്ല എന്ന ദാരുണമായ യാഥാർത്ഥ്യം അവൾ തിരിച്ചറിഞ്ഞു. ഓർക്കുക, ഡിവോഴ്സ് അപ്പോഴേക്കും ഫയൽ ചെയ്തിരുന്നു. യാതൊരു ബാധ്യതകളുമില്ലാതെ അയാൾക്ക് അവളെ അവിടെ ഇട്ടിട്ട് എളുപ്പത്തിൽ നടന്നു മാറാമായിരുന്നു. എന്നാൽ സർജറിക്ക് ശേഷം അവൻ ഓടിയെത്തി. എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ് നിരുപാധികമായ സ്നേഹത്തിന്റെ യഥാർത്ഥ ശക്തി അവൻ കാണിച്ചു കൊടുത്തു. അവൾ കുറ്റബോധത്താൽ തകർന്നുപോയി. അപ്പോഴാണ് വെറും താൽക്കാലികമായ സൗന്ദര്യവും ശാശ്വതമായ വൈകാരിക പിന്തുണയും തമ്മിലുള്ള വലിയ വ്യത്യാസം അവൾ ശരിക്കും തിരിച്ചറിയുന്നത്. അപ്പോ എന്താണ് ഇതിൽ നിന്നുള്ള പാഠം? ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങളുടെ ഈ ബാഹ്യസൗന്ദര്യം ഒരു സംരക്ഷണവും നൽകില്ല. തീർച്ച. നമ്മൾ വിവാഹം കഴിക്കുന്നത് ഒരു മുഖത്തെയല്ല, ഒരു മനുഷ്യനെയാണ്. സ്വഭാവത്തെക്കാൾ ബാഹ്യസൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുന്നത് വളരെ അപകടകരമായ ഒരു സൈക്കോളജിക്കൽ കെണിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതം പൂർണ്ണമായും തകരുമ്പോൾ ഈ ബാഹ്യ സൗന്ദര്യത്തിന് എത്ര കാലത്തെ ഗ്യാരണ്ടിയാണുള്ളത്? ഒരു ഗ്യാരണ്ടിയും ഇല്ല, അല്ലേ? ഈ കഥ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ തീർച്ചയായും മാറ്റും. നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ വിലയിരുത്തുന്നത് കണ്ണുകൾ കൊണ്ടാണോ അതോ ഹൃദയം കൊണ്ടാണോ?